നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. ദൈവത്തിൻ്റെ വചനം വെളിച്ചമാണ്. ഈ ഭൂമിയിലെ സകല മനുഷ്യരും പാപികളാണ് എന്ന വെളിച്ചം നമുക്ക് നൽകുന്നത് വചനമാണ്. ദൈവം ഏകനാണ്, അപ്പോൾ തന്നെ ദൈവം പരിശുദ്ധനാണ്, സർവശക്തനാണ്, കരുണയുള്ളവനാണ്, കൃപ നിറഞ്ഞവനാണ്, സ്നേഹമാണ് എന്നുള്ള വെളിച്ചം നമുക്ക് നൽകി തരുന്നത് വചനമാണ്. പരിശുദ്ധനായ ദൈവത്തോട് നമ്മെ നിരപ്പിക്കുവാൻ നമുക്കെല്ലാവർക്കും വേണ്ടി കാൽവറിയിൽ നമ്മുടെ കർത്താവ് മരിച്ചെന്ന വെളിച്ചം നമുക്ക് തരുന്നത് വചനമാണ്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുന്നു, അപ്പോൾ എല്ലാവരും മരിച്ചു. ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല എന്ന വെളിച്ചം നമുക്ക് നൽകുന്നത് വചനമാണ്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന വലിയ വെളിച്ചം നമുക്ക് തന്നത് വചനമാണ്. ആസാഫ് ഒരിക്കൽ വളരെ ഭാരപ്പെട്ട് പലവിധമായ ചോദ്യങ്ങളോടെ ദൈവസന്നിധിയിൽ വന്നപ്പോൾ ആസാഫിൻ്റെ വലം കൈക്ക് ദൈവം പിടിച്ചിട്ടുണ്ട് എന്ന വെളിച്ചം ആസാഫിന് നൽകിയത് വചനമാണ്. ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ശബ്ദമാണ് നമുക്ക് കാര്യങ്ങളെ മറനീക്കി വെളിപ്പെടുത്തി തന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാലുകൾക്ക് ദീപമായ വചനം നമുക്ക് നൽകുന്നൊരു വെളിച്ചമുണ്ട്. യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച നിന്റെ യാത്ര ഇപ്പോൾ ഇടുക്കമുള്ള ഞെരുക്കമുള്ള വഴിയിലൂടെ ആണെങ്കിലും, കഷ്ട നഷ്ട വേദന ശോധനകൾ നിറഞ്ഞതാണെങ്കിലും, ഈ യാത്രയ്ക്കൊടുവിൽ നിന്റെ തലയിൽ ഒരു കിരീടം വരുന്നതും ദൈവം നിന്നെ തേജസ് അണിയിപ്പിക്കുന്നതും നമ്മെ കാണിച്ചു തരുന്നത് ഈ വചനമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെ ചേർത്ത് പിടിക്കണം. വഴി ഇതാകുന്നു എന്നൊരു ശബ്ദം നമുക്ക് നൽകുന്നത് വചനമാണ്. ഇന്ന് നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നു എങ്കിൽ നിങ്ങൾ ഭാരപ്പെടണ്ട, ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന ശബ്ദം വചനമാണ്. വചനത്തെ വിശ്വസിക്കുന്ന, വചനത്തിൽ ആശ്രയിക്കുന്ന നിങ്ങൾ പരാജയപ്പെട്ടു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. നിങ്ങളുടെ അകത്ത് വചനമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വെളിച്ചമാണ്. വചനം ഒരു വെളിച്ചമാണ്. ആ വചനം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വെളിച്ചമാണ്. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. നിങ്ങൾ കടന്നു ചെല്ലുന്നിടത്തെല്ലാം നിങ്ങളൊരു വെളിച്ചമായിരിക്കണമെങ്കിൽ നിങ്ങളുടെ അകത്തു വചനം ഉണ്ടായിരിക്കണം. വചനം വ്യക്തികളെ പണിയും, വചനം കുടുംബങ്ങളെ പണിയും, വചനം ഒരു പട്ടണത്തെ പണിയും, രാഷ്ട്രത്തെ പണിയും. അതേ, വചനമാണ് ഇവിടെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. ഈ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ദൈവം ദാനിയേൽ പ്രവാചകനോട് മുൻപ് കൂട്ടി പറഞ്ഞതാണ്. ഇതിൻ്റെ ഒടുവിൽ എന്തു സംഭവിക്കുമെന്നൊക്കെ, ഈ ലോകം എങ്ങോട്ട് എന്നൊക്കെ
ദൈവം ഓൾറെഡി തൻ്റെ പ്രവാചകന്മാരിലൂടെ പറഞ്ഞിട്ടുണ്ട്. വചനം വെളിച്ചമാണ്. നാളുകളെ, മറഞ്ഞിരിക്കുന്നതിനെ, നിത്യമായതിനെ ഒക്കെ വെളിപ്പെടുത്തുന്ന വെളിച്ചം. വചനത്തോടു കൂടെ നടക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.